രാവിലെ നമ്മൾ കണ്ടെത്തി ഇറങ്ങി വന്നപ്പോഴേ രാവിലെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മാന്യൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ അവനെ നൈസായിട്ട് ഇങ്ങനെ പിടിക്കും. ഇതുണ്ടോ, അവിടെ നിൽക്കണേ, ഞാൻ എന്നെ പറത്തിയിൽ പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൈക്കകത്ത് ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ട് കേട്ടോ, ഇത് ചാടിപ്പോവോ? എൻ്റെ കൈക്കുള്ള ഇരിപ്പുണ്ട്. അവനെ ഞാൻ കാണിച്ചിട്ട് എന്ത് ചെയ്യേണ്ടത് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 6:30 മുതൽ എൻ്റെ പണി ഇതായിരുന്നു കേട്ടോ. ഇന്നൊരു 100-150 പിന്നെയും പോന്നു. അയ്യോടാ, അവൻ എവിടെയോ പോയി വീണു കേട്ടോ. ഒരു 100-150 എണ്ണത്തിന് നമ്മൾ ഇന്നത്തെ ദിവസം തട്ടിയിട്ടുണ്ട്. ഏതായാലും പറക്കുകയല്ല, അമ്മമാർ ഞെരട് വാങ്ങിച്ചിട്ടാണ് പോയേക്കുന്നത്. കുക്കുംബറയിലുള്ള കാഴ്ചയാണ്. കൂട്ടത്തിൽ ചീര നിൽപ്പുണ്ട്. ചീരക്കിട്ട് നമുക്ക് ജീവി പണി തരുന്നുണ്ട്. ഇതുണ്ടോ, കുക്കുംബർ കൂടെ നമ്മൾ വെച്ചേക്കുന്ന ചീരയാണ്. ഇതിപ്പം ചീര വെച്ചിട്ട് 10 ദിവസം ആയതേ ഉള്ളേ. ഇതുണ്ടോ, 10 ദിവസമായി ചീര ഇതുപോലെയായി. കുക്കുംബർ ഇപ്പം നമ്മൾ വെച്ചത് മാർച്ച് 5-ാം തീയതിയാകാം. മാർച്ച് 5-ാം തീയതിയാണ് ഈ കുക്കുംബർ വെച്ചത്. അപ്പോൾ നമ്മൾ കുക്കുംബർ പൂവായത് കാണിച്ചിട്ടാവേ. ഇതുണ്ടോ, മാർച്ച് 5-ാം തീയതി വെച്ച കുക്കുംബറാണ്. ഇന്നിപ്പോൾ എത്ര ഇലയുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വിരിയാൻ പൂവാണ്. 10 ഇല വരെയായി. 10 ഇലയായപ്പം താഴെ നമ്മുടെ കുക്കുംബർ പൂ കുത്തി കേട്ടോ. ഇതുണ്ട്, ഇത് ആദ്യമേ ഒരു കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെ വന്നതാണത്. അപ്പോൾ ഇതുണ്ടോ, ആ പ്രാണി ഇരുന്നിട്ടാണ് ഇതിനൊക്കെ ഓട്ടയിടുന്നത്. ഞാൻ അതിനെ കാണിച്ചില്ല. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു മൽപ്പിടുത്തമായിരുന്നു. ആക്ച്വലി രാവിലത്തെ മൽപ്പിടുത്തം കഴിഞ്ഞു. ഒരു 100-150 എണ്ണത്തിനെ കൊന്നിട്ടുണ്ട്. ഇതാണത്. ഇതാണ് ഏറ്റവും സിമ്പിൾ മാർഗം. അത് പോയല്ലോ. ഇങ്ങനെ വീണ്ടും പോയി. കിട്ടും, കുഴപ്പമില്ല. രാവിലെ ഇത്ര നേരം അത് പറന്നു പറഞ്ഞേ, അത് പറക്കാൻ പഠിച്ച്. ഇതുണ്ടോ ഒരൈറ്റം. ഇത് മിത്രകീടം അല്ല കേട്ടോ, ശത്രുകീടമാണ്. മിത്രകീടങ്ങളെ ഞാൻ സെപ്പറേറ്റ് ഒരു പോസ്റ്റായിട്ട് ഇടുന്നുണ്ട്. ഇങ്ങനെ ഒരു ഞെക്ക് കൊടുത്താൽ മതി. അതിനെ കളഞ്ഞേക്കുക. നെക്സ്റ്റ് ഇനിയും ഉണ്ടാവും. ഇഷ്ടംപോലെ സാധനം ഇതുപോലെ ഉണ്ട്. ഇങ്ങനെ പിടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കതേ ഇങ്ങോട്ട് പോയി ഒരെണ്ണം ഇങ്ങോട്ട് പോയി ഒരു പരിധി വരെ നമുക്കിതിൻ്റെ വംശവർധന തടയാനായിട്ട് സാധിക്കും കേട്ടോ, വിഷമൊന്നും ഉപയോഗിക്കാതെ. ഇപ്പോൾ ഇതുവരെ നമ്മളിതിന് വിഷമൊന്നും സ്പ്രേ ചെയ്തിട്ടില്ല. കാരണം ചീര ചവിട്ടി നിൽപ്പുണ്ട്. നമുക്ക് ചീര ഇപ്പോൾ 10 ദിവസമായ ചീരയാണിത്. ഇതെല്ലാം ഒരുപോലെ വെച്ച ചീര. ഇതുണ്ട്, ഈ ചീരയും 10 ദിവസമായിട്ടുള്ളൂ. മറ്റേ ചീരയും 10 ദിവസമായുള്ളൂ. ഇതുണ്ടോ, ഇതൊക്കെ 10 ദിവസമായ ചീരയുടെ വളർച്ചയാണ്. കണ്ടോ, നമ്മൾ എന്നാലും കുക്കുംബറിനൊക്കെ വളം ഇടുന്നുണ്ട്. എന്നാൽ പിന്നെ ആ വളം കുറച്ച് ചീരയ്ക്കും കിട്ടിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അവനെ നോക്കുക, നേരെ പോവുക, ഭയങ്കര ഫാസ്റ്റ് അടിങ്ങി പിടിച്ചെടുത്തേക്കുക. സമയം കൊടുത്തു പോയാൽ ഇതുങ്ങൾ പറന്നു പോകും. ഇതുണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ എനിക്കിതൊക്കെ അറപ്പാണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്. കണ്ടോ, ഓക്കെ, അതിൻ്റെ വെടിക്കുറ്റി തീർന്നു. അപ്പോൾ അത് കുറച്ചല്ലേ പ്രചരണം നടക്കുകയുള്ളൂ. അങ്ങനെ തൽക്കാലം ഇനി നമുക്കിതിനെ പിടിക്കാനുള്ള ട്രാപ്പ് പോലും ഉണ്ടാക്കണം. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞാൻ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തോട്ടത്തിലെ രാവിലത്തെ കാഴ്ച കേട്ടോ.